ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ കണ്ടന്റ് ഞങ്ങളുടെ പുതിയ വീടിൻ്റെ ഹോം ടൂറാണ്. ഓൾമോസ്റ്റ് ഇപ്പോൾ 5 മന്തായി ഞങ്ങൾ ഈ വീട്ടിലേക്ക് മൂവ് ചെയ്തിട്ട്. ഈ കഴിഞ്ഞ മെയ് 28-നായിരുന്നു ഞങ്ങളുടെ പാല് കാച്ചൽ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ചെറിയൊരു ഫംഗ്ഷനോട് കൂടിയിട്ട് ഞങ്ങൾ ഈ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. പിന്നെ ഞങ്ങളുടെ വീട് ലൊക്കേറ്റ് ചെയ്യുന്നത് ചങ്ങരംകുളം സെൻറ്ററിൽ തന്നെയാണ്. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ വീടിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ ചെറിയൊരു കാർ ഷെഡ് ഏരിയയും ഉണ്ട് കേട്ടോ. വീടിൻ്റെ നെയിം വരുന്നത് വോഗ വൈബ്സ് എന്നാണ്. അതുപോലെ ഈ ഫ്രണ്ട് ഏരിയയിലെ ഫ്ലോറിംഗ് എല്ലാം മാർബിളാണ്. ഇതാണ് നമ്മുടെ മെയിൻ ഡോറ്. ഈ മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ എൻ്റർ ചെയ്യുന്നത് ഒരു ലിവിങ് സ്പേസിലേക്കാണ്. ഈ ഒരു ആട്ടുതൊട്ടിലിൻ്റെ പോർഷൻ നമ്മൾ ഒരു സ്റ്റെപ്പ് താഴ്ത്തിയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഫ്ലോറെല്ലാം ടൈലാണ്. ഫ്രണ്ട് ഏരിയ മാത്രമാണ് മാർബിൾ കൊടുത്തിട്ടുള്ളൂ. മെയിനായിട്ടും ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു മാസ്റ്റർ ബെഡ്റൂമാണുള്ളത്. നമ്മുടെ ഡൈനിങ് ഏരിയ സ്പേസ് ഇങ്ങനെയാണ് വരുന്നത്. ഒരു 4 ചെയേഴ്സാണ് നമ്മൾ ഒരു സൈഡിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതേ സൈഡിൽ ബെഞ്ചാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ വാഷ് ഏരിയയുടെ റൈറ്റ് സൈഡിലായിട്ടുള്ള ചെറിയ ഷെൽഫിൽ നമ്മളൊരു ക്രോക്കറി സെറ്റ് യൂണിറ്റ് ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു ബാർ കൗണ്ടറും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഷോ കിച്ചണാണ്. ഷോ കിച്ചണോടനുബന്ധിച്ചിട്ട് തന്നെ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ വരുന്നുണ്ട്.
ഇനി നമ്മൾ എൻ്റർ ചെയ്യുന്നത് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമാണ്. എൻ്റർ ചെയ്യുന്ന സ്പേസിൽ തന്നെയാണ് വലിയൊരു കബോർഡാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ റൂമുകളൊക്കെ വളരെ മിനിമലായിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരുപാട് ഇൻറ്റീരിയർ വർക്കും കാര്യങ്ങളൊന്നും നമ്മൾ വീട്ടിൽ ചെയ്തിട്ടില്ല. ഇത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ബാത്റൂമാണ്. ഈ വീടിൻ്റെ എല്ലാ ബാത്റൂമും ഡിസൈൻ ചെയ്തിരിക്കുന്നത് വെറ്റ് ഏരിയ, ഡ്രൈ ഏരിയ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ എല്ലാ വാഷ് ഏരിയയുടെ താഴെയും നമുക്ക് ഒരു സ്റ്റോറേജ് സ്പേസും നമ്മൾ എല്ലാ വാഷ്റൂമിനും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ മെയിനായിട്ടും വരുന്നത് ഒരു ബെഡ്റൂമാണ്. അത് നമ്മുടെ ഗസ്റ്റ് ബെഡ്റൂമാണ്. അതുപോലെ ഒരു എംപ്റ്റി റൂമും ഉണ്ട്. അതിപ്പോൾ നമ്മൾ ഒരു യോഗ റൂം പോലെയാണ് യൂസ് ചെയ്യുന്നത്. കാരണം നമുക്ക് യോഗ ചെയ്യാനും അതുപോലെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ആ റൂം യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ അതുപോലെ നമ്മൾ ഈ സ്റ്റെയർ കയറിയിട്ട് എൻ്റർ ചെയ്യുന്ന സ്ഥലത്ത് തന്നെയാണ് നമ്മൾ പൂജാമുറി സെറ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെ മെൻഷൻ ചെയ്ത യോഗ റൂം. ഇവിടെ ഇങ്ങനെ ചെറിയൊരു ലൈബ്രറി യൂണിറ്റും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഗസ്റ്റ് ബെഡ്റൂമാണ്. ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ ഇങ്ങനെ കോമൺ ആയിട്ട് ഒരു ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. ഇനിയുള്ളത് ചെറിയൊരു ഓപ്പൺ ടെറസ് ഏരിയ ആണ്. അത് നമ്മൾ ഇങ്ങനെ അയൺ ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു സ്പേസ് ആയിട്ട് നമ്മളത് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്.
ഏകദേശം 2 വർഷത്തിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ വീട് കംപ്ലീറ്റ് ചെയ്തത്. വീടിൻ്റെ എല്ലാ വർക്ക് നടക്കുമ്പോഴും നമ്മളിവിടെ ഉണ്ടായിരുന്നില്ല, ദുബായിൽ തന്നെയായിരുന്നു. ഞാൻ ഓൾമോസ്റ്റ് ഒരു 85% വീടിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീട് വന്ന് കാണുന്നത്. നമ്മൾ എല്ലാ ഡിസൈൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ കോൺട്രാക്ടറിൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തു. ആ ഒരു പ്ലാനിങ്ങിലാണ് നമ്മൾ വീട് ചെയ്തത്. പിന്നെ ഈ ഒരു ഏരിയ നമ്മുടെ പുറത്തുള്ള ബാൽക്കണിയാണ്. ഇവിടെ ചെറിയൊരു സ്പേസാണ് ഈ മേലെയുള്ള ബാൽക്കണി. ഇനി എൻ്റർ ചെയ്യുന്നത് ഈ വീടിൻ്റെ മെയിനായിട്ടുള്ള കിച്ചണിലേക്കാണ്. കിച്ചൺ ആൻഡ് വർക്ക് ഏരിയ, അതാണ് ഈ കാണുന്നത്. നമ്മൾ മെയിനായിട്ടും ഇവിടെ യൂസ് ചെയ്യുന്നത് ഗ്യാസ് സ്റ്റൗവാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സ്റ്റോർ റൂമില്ല, അതുകൊണ്ട് മാക്സിമം നമ്മൾ സ്റ്റോറേജ് സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ വർക്ക് ഏരിയ യൂണിറ്റിൽ. ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ഫിൽറ്റർ വെച്ചിരിക്കുന്നത് മെയിനായിട്ടും. അതുപോലെ തന്നെ നമ്മുടെ വാഷ് ഏരിയ, അതുപോലെ ഡ്രസ്സൊക്കെ നമ്മൾ ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുക, അതുപോലെ ചെറിയൊരു വാഷ് ബേസിനും ഈ ഒരു യൂണിറ്റിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡ്രസ്സുകളൊക്കെ അലക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു അലക്കലിൻ്റെ സ്പേസും നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ട് കുറച്ച് വലിയൊരു സ്പേസാണ് നമ്മുടെ വർക്ക് ഏരിയ വരുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ഈ ചെറിയ വീടിൻ്റെ ഹോം ടൂറ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബും ചെയ്യാം. താങ്ക് യു.